എല്ലാ മാന്യ പ്രേക്ഷകർക്കും അത്തമ്പത്തിന് പൊന്നോണം എന്ന എപ്പിസോഡിലെ നില കാറ്റേഴ്സ് ഓണസദ്യ എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഈ വർഷത്തെ ഓണം ഇങ്ങെത്തിയല്ലേ, അപ്പം ഓണത്തിന് ഓണസദ്യ ഇല്ലാതെ കംപ്ലീറ്റ് ആവില്ല. അപ്പം ഇന്ന് നമ്മൾ ഓണസദ്യ പരിചയപ്പെടാൻ പോകുന്നത് നില കാറ്റേഴ്സിന്റെ ആണ്. സോ യെസ്, അപ്പം നില കാറ്റേഴ്സിന്റെ സദ്യ ഒന്ന് പരിചയപ്പെട്ടാലോ? ജീവിതം അതിലുപ്പാവേണം സ്നേഹം നിലനിറയുമ്പോൾ നിറയാനീ നിലയുടെ മായാജാലം, ഈ നിലയുടെ മായാജാലം. അപ്പം നമ്മുടെ ഓണസദ്യ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ എക്സിക്യൂട്ടീവ് ഷെഫ് നില കാറ്റേഴ്സിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ടുള്ള ഡിവിൻ ദാസ് ആണ്. സോ യെസ് സർ, അപ്പം എല്ലാ വിഭവങ്ങളും ഇവിടെ സെറ്റാണ്. നമ്മളുടെ ഓണസദ്യ ഇവിടെ റെഡിയാണ്. ഈ സദ്യയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാറിനെ വെൽക്കം ചെയ്യണം. ഓക്കെ, സോ എത്ര വിഭവങ്ങളാണ് നമ്മളുടെ ഓണസദ്യയിൽ നില കാറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ 25-ൽ പരം വിഭവങ്ങളാണ് ഇവിടെ പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ശർക്കര പുരട്ടി, പഴം, ഉപ്പേരി, എള്ളുണ്ട, പിക്കിൾസ് തന്നെ 3 വെറൈറ്റി ഉണ്ട്. പച്ചടി, കിച്ചടി, ഓലൻ, കൂട്ടുകറി, അവിയല്, പിന്നെ സാമ്പാർ, രസം, പച്ചമോര്, പരിപ്പ്, പായസം 2 വെറൈറ്റി ഉണ്ട്. ഒരു പരിപ്പ് പായസം, ഒരു പാലട പായസം, പിന്നെ നെയ്യും പരിപ്പ്, പിന്നെ റൈസ്. ഓക്കെ, അപ്പം ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ ഔട്ട്ലെറ്റിലും ഈ ഒരു സെയിം ഡിഷ് തന്നെയല്ലേ കിട്ടാൻ പോണേ? എല്ലാം സെയിം സാധനം, ഈ കാണുന്ന എല്ലാം തന്നെ നമ്മൾ എല്ലാ ഔട്ട്ലെറ്റിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഓണത്തിന് ഓണസദ്യ കുറച്ചുകൂടെ ആഡംബരമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാറ്റേഴ്സിൻ്റെ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ്. സോ യെസ്, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ നമ്മളുടെ സാറിന് താങ്ക്സ് പറയാം അല്ലേ? സോ യെസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പം നമ്മളുടെ ഓണസദ്യയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നില കാറ്റേഴ്സിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷ് കുമാർ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ സാറിനോട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം അല്ലേ? സോ അപ്പോൾ സർ, അപ്പം ഓണത്തിന് നമ്മളുടെ ഈ ഒരു പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഓൺലൈനായിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത് തന്നെ നിലയാണ്. അപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞതും സോ അതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? എന്തായിരുന്നു ആ ഒരു ആശയത്തിന് പിന്നിൽ? തീർച്ചയായിട്ടും, ഓണസദ്യക്ക് ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പല കാറ്റേഴ്സിൽ നിന്നിട്ടും പാത്രങ്ങളിലാക്കിയിട്ടും ഒരു 5 പേർക്കോ 10 പേർക്കോ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഇത് യുണീക്കായിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിന് ഐറ്റങ്ങളുടെ ക്വാണ്ടിറ്റി ക്രമീകരിച്ച് ഒരു 25 വിഭവങ്ങളടങ്ങുന്ന ഓണസദ്യ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നിലയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഇല ഉൾപ്പെടെ 25 ഐറ്റംസ് ഉണ്ട്. ഒരാൾക്കത് കഴിക്കണമെങ്കിൽ വേറെ എങ്ങും പോകേണ്ട, ബോക്സ് എടുത്ത് വെക്കുക, ഇല എടുത്ത് വെക്കുക, ഓരോ സാധനങ്ങളായി എടുത്തിട്ട് അത് നല്ല ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്. ഹൈജീനിക്കായിട്ട് ഉള്ളൊരു പാക്കിംഗ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 വർഷമായിട്ട് നില ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഓരോ ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്ന സദ്യകൾ നമുക്ക് തികയാറില്ല. റിക്വയർമെന്റ് പിന്നെയും ഉണ്ട്. പക്ഷേ ഇതിനൊരു സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ കവിഞ്ഞുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാറില്ല. എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഒരു റെക്കോർഡായിട്ടുള്ള ഓണസദ്യ ഈ ഒരു ഓണം ടൈമിൽ നമ്മൾക്ക് ചിലവായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അതിനൊരു ഐഡിയ ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത്? ഓണസദ്യ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത്. ഏകദേശം 7,400 ഓണസദ്യ നമ്മൾ ലാസ്റ്റ് ഇയർ ചെയ്തു. ഈ വർഷം നമ്മുടെ ഒരു ടാർഗറ്റ് 10,000 ഓണസദ്യകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ബാക്ക് വർക്കിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഔട്ട്ലെറ്റിലും സെയിം കാര്യങ്ങൾ അവൈലബിൾ ആണല്ലോ. സോ അപ്പം ഏതൊക്കെ ഔട്ട്ലെറ്റ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റ്സ് എവിടേക്കാണുള്ളത്? ഓണസദ്യ എല്ലായിടത്തും കൊടുക്കുന്നുണ്ടോ? ഓണസദ്യ നമ്മുടെ ഒറ്റപ്പാലം മുതൽ ഉള്ള ഔട്ട്ലെറ്റിൽ, ഒറ്റപ്പാലത്ത് നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഓണസദ്യ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ബേക്കറി ചെയിൻസ് ഉണ്ട്, അവിടേക്കെല്ലാം ഓണസദ്യ അവൈലബിൾ ആണ്. ഇനി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലുലു മാളിൽ നമ്മുടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ ഓണസദ്യ നമുക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ ഓണസദ്യ അവൈലബിൾ ആണ്. IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ എൻ്റെ ഹോട്ടൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഓണസദ്യ അവൈലബിൾ ആണ്. അതുപോലെ നിലയുടെ സെൻട്രൽ കിച്ചൺ ദേശാമൻ റോഡിൽ കലൂർ ദേശാമനുള്ള സെൻട്രൽ കിച്ചണിൽ അവിടെ നിന്ന് നമുക്ക് ഓണസദ്യ എല്ലാവർക്കും പിക്ക് ചെയ്യുന്നതാണ്. ഇത്രയും സ്ഥലങ്ങളിൽ ഓണസദ്യ നമ്മൾ ആളുകൾക്ക് പിക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്.
അഡ്വാൻസ് ബുക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഓണസദ്യകൾ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും എല്ലാവരും അഡ്വാൻസ് ബുക്ക് ചെയ്യുക. കാരണം ഓണം നിലയോടൊപ്പം ആഘോഷിക്കണമെങ്കിൽ എല്ലാവരും ഡെഫിനറ്റ്ലി അഡ്വാൻസ് ബുക്ക് ചെയ്യുക. ആൻഡ് ഇനിയും വേറൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കേരളത്തിൽ മാത്രമല്ല, പുറത്ത് കുറച്ച് പേർക്ക് കൊണ്ട് ഇതുപോലെ ഓണസദ്യ കഴിക്കണം എന്നുള്ളതൊക്കെ. സോ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇപ്പോഴും. സോ നമ്മൾ കേരള അല്ലാതെ തന്നെ ബാക്കിയുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഓണസദ്യ അവൈലബിൾ ആക്കിയിട്ടുണ്ടോ? തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഓണസദ്യ ചെയ്യുന്നുണ്ട്. ഈ ലാർജ് സ്കെയിലുള്ള ഓണസദ്യകൾ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മാസം ഓഗസ്റ്റ് 31 VITയിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ ഒരു 2500 പേർക്കുള്ള ഓണസദ്യ നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ എല്ലാ ഫെസിലിറ്റീസും ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ പാക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത വർഷത്തേക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും അപ്പം നിലയോടൊപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേക്ഷകർ ഇവിടെ റെഡിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന്. ആൻഡ് ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ നമ്മൾക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ പറ്റിയില്ലേ. സോ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്.